ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ജിസയിലും അനുമോളും ജയിലിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ചിലതൊക്കെ അവിടെ നടക്കും. അനുമോൾ പറയുന്നത് ഇതാണ്: ഇപ്പോഴും എന്നെ ചപ്പാത്തിക്കള്ളി എന്ന് പലരും വിളിക്കുന്നുണ്ട്. പുതിയ ആളുകളും എല്ലാവരും കൂടി പറയുന്നുണ്ട് അതിനെപ്പറ്റി. ചപ്പാത്തിക്കള്ളി എന്നാണ് പറയുന്നത്. ഇവിടെ നിന്നാണ് കോൺവെർസേഷൻ തുടങ്ങുന്നത് കേട്ടോ. പക്ഷെ ചപ്പാത്തി ഞാൻ കട്ടെടുക്കുന്നത് ജിസയിൽ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നെ അങ്ങനെ വിളിച്ചല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജിസയിൽ കാപ്പിപ്പൊടിയുടെ കേസ് പറയുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ട് എന്നെ നീ കാപ്പിപ്പൊടിക്കള്ളി ആക്കിയില്ലേ എന്ന് ജിസയിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഇവർ ലൈവിലിരുന്ന് സംസാരിക്കുക മാത്രമാണ് കേട്ടോ. ഇതൊരു ഫൈറ്റിലേക്കൊന്നും നീങ്ങുന്നില്ല. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, രണ്ടുപേരും ഹൗസിനകത്ത് വെച്ച് അടുത്തടുത്ത് ഇരുന്നൊന്ന് ഇത് ഒരു തവണ പോലും ഈ രീതിയിൽ മനസ്സിരുത്തി ഒന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. എന്നും ലൈവ് കാണുന്ന ഒരാളാണ്. ഇപ്പോഴാണ് ഇവരിങ്ങനെ ഇരുന്ന് വഴക്കുണ്ടാക്കാനല്ലാതെ ഒന്ന് സംസാരിക്കുന്നത് കാണുന്നത്. കടിച്ചു കീറാനല്ലാതെ ഇവരൊന്ന് മനസ്സിരുത്തി എന്ന ഒരു കോൺവെർസേഷനിൽ ഏർപ്പെടുന്നത് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. രണ്ടുപേരും അങ്ങനെ സംസാരിച്ച് അവരുടെ മഞ്ഞുമലയൊക്കെ ഒന്ന് ഉരുകട്ടെ, പഴയ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കട്ടെ. എവിടുന്ന് തുടങ്ങിയതാണ്? മറ്റേ ഷഡ്ഡി കേസിൽ നിന്ന് തുടങ്ങിയതാണ്. ഇത് പുറത്തു പറയാൻ കൊള്ളത്തില്ല. ആ ഒരു കേസ് ഇന്നസിന്റെ കേസിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പോ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് എല്ലാം പുതിയ പുതിയ പ്രശ്നങ്ങൾ ഇവരുണ്ടാക്കട്ടെ. ആ ഒരു റൈവലറി തുടരട്ടെ. എന്തായാലും ലൈവിൽ ഇതാണ് ഇപ്പൊ പ്രധാനമായിട്ടും കാണിക്കുന്നത്. ജയിൽ ഏരിയയുടെ ക്യാമറയൊക്കെ എന്തെങ്കിലും ഇന്ന് നടക്കുമെന്ന് പ്രതീക്ഷിച്ച് ഫോക്കസ് ചെയ്തിരിപ്പുണ്ട്. ജയിലിനകത്തെ ക്യാമറ ഒക്കെ ഫോക്കസ് ചെയ്ത് ഇരിപ്പുണ്ട്. ഇവരിലേക്കാണ് ജയിലിലെ ക്യാമറ ഒക്കെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഈ സീസണിൽ ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഇവരെ പറ്റി ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നെവിൻ പറയുന്ന പോലെ AMT സഖ്യം, JMT സഖ്യം ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് AMT JMT. അതിന്റെ ഒന്ന് ഫുൾ ഫോം പറയാൻ കൊള്ളത്തില്ല. അപ്പം അങ്ങനത്തെ സഖ്യമൊക്കെ ഉള്ളതിനാൽ ഇവരുടെ പ്രശ്നമൊക്കെ ഒന്ന് സോൾവ് ചെയ്യട്ടെ. ഇതുവരെ ഒരു ഫൈറ്റിലേക്ക് ഒന്നും നീങ്ങുന്നില്ല. ഫൈറ്റിലേക്ക് നീങ്ങും എന്നാണ് തോന്നുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.